മർദ്ദനം, അബ്രഹത്തും കഅബയുടെ സംരക്ഷണവും ഒരു സമ്പൂർണ്ണ ചരിത്രം. അറേബ്യൻ ഉപദ്വീപിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് യമനിലെ ഭരണമാറ്റങ്ങളും വിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമവും. ഈ കഥ വിശ്വാസത്തിന്റെ ദൃഢത, അധികാരത്തിന്റെ ദുരുപയോഗം, ദൈവീകമായ സംരക്ഷണം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളിലും ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളായ സീറ, പ്രവാചക ജീവചരിത്രം, തഫ്സീർ, ഖുർആൻ വാക്യങ്ങളുടെ വ്യാഖ്യാനം, തവാരിഖ്, ചരിത്രരേഖകൾ എന്നിവയിലും ഈ സംഭവങ്ങൾക്ക് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. പുരാതനകാലത്ത് യമനിലെ ശക്തമായ ഹിമ്യർ സാമ്രാജ്യത്തിന്റെ അവസാന രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ദുന്നവാസ് എന്ന ജൂതമതവിശ്വാസിയായ ഒരു കിരാതഭരണാധികാരിയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. ക്രിസ്തുമത വിശ്വാസികളോട് ഇദ്ദേഹം കടുത്ത വിരോധം പുലർത്തി. ദുന്നവാസിന്റെ ഭരണത്തിൻ കീഴിൽ നജ്റാൻ എന്ന പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്ക് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടിവന്നു. നജ്റാൻ ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യമൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരവും പ്രവിശ്യയുമാണ് നജ്റാൻ. ഈ പ്രദേശം പുരാതനകാലത്ത് അൽ ഉഖ്ദൂദ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൽ പരാമർശിക്കുന്ന അസ്ഹാബുൽ ഉഖ്ദൂദ്, കുഴിയിലെ ആളുകൾ എന്ന ചരിത്രസംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണിത്. നജ്റാൻ ഒരു പ്രധാന വാണിജ്യപാതയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് വിസമ്മതിച്ച നജ്റാനിലെ വിശ്വാസികളെ ദുന്നവാസ് അതിക്രൂരമായി വധിച്ചു. ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് ദുന്നവാസ് വലിയ കുഴികൾ കുഴിച്ച് അതിൽ തീയിട്ടുവെന്നും മതം മാറാൻ വിസമ്മതിച്ച ക്രിസ്ത്യാനികളെ ജീവനോടെ ആ തീക്കുണ്ടാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നുമാണ്. ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജ് വ്യക്തമായി പരാമർശിക്കുന്നു. ആ വാക്യങ്ങൾ നൽകുന്ന ആശയങ്ങൾ ഇതാ: തീർത്ത കുഴികളിലെ ആളുകൾ നശിക്കപ്പെടട്ടെ. അതായത്, ആ കുഴികൾ തയ്യാറാക്കുകയും അതിൽ വിശ്വസികളെ തീയിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തവർക്ക് ദൈവത്തിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഖുർആനിവിടെ പ്രഖ്യാപിക്കുന്നു. വിറകുകളിട്ട കത്തിജ്വലിച്ച തീ, വിശ്വാസികളെ ദഹിപ്പിക്കാൻ അവർ ഉപയോഗിച്ച, നന്നായി വിറകിട്ട് കത്തിച്ച ആ ഭയങ്കരമായ തീയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ ആ തീയുടെ അടുത്തായി ഇരിക്കുന്നവരായിരുന്നപ്പോൾ വിശ്വാസികളെ തീയിലിട്ട് കൊല്ലുന്ന ഈ ക്രൂരമായ കാഴ്ച കണ്ട് അതിനരികിൽ മർദ്ദകർ യാതൊരു ദയയുമില്ലാതെ ആസ്വദിച്ചിരുന്നു എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. സത്യവിശ്വാസികളോട് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അവർ സാക്ഷികളുമായിരുന്നു. മർദ്ദകർ സ്വന്തം കണ്ണുകൊണ്ട് ഈ ക്രൂരതകൾക്ക് സാക്ഷിയായിരുന്നു എന്നതിലൂടെ അവരുടെ ഹൃദയകാഠിന്യവും പാപത്തിന്റെ വ്യാപ്തിയും എടുത്തുകാണിക്കുന്നു. മഹത്വമുള്ളവനും സ്തുതിക്കപ്പെടുന്നവനുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ യാതൊരപരാധവും അവർ അവരിൽ കണ്ടിരുന്നില്ല. ഈ വാക്യം വ്യക്തമാക്കുന്നത് നജ്റാനിലെ വിശ്വാസികളെ പീഡിപ്പിക്കാൻ മർദ്ദകർക്ക് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ദൈവത്തിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് അവരെ ഈ കൊടും പീഡനങ്ങൾക്കിരയാക്കിയത്. അല്ലാഹുവിന്റെ അസ്തിത്വവും അവന്റെ മഹത്വവും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രൂരതകൾക്ക് ശേഷം ദുന്നവാസ് തന്റെ രാജ്യത്ത് ജൂതമതം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ക്രിസ്ത്യാനി ഹബ്ഷയിലെ നജ്ജാശി രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. നജ്ജാശി രാജാവ് ക്രിസ്ത്യാനിയായതിനാൽ ഈ വിവരം കേട്ട് അതീവ ദുഃഖിതനും രോഷാകുലനുമായി. റോമൻ ചക്രവർത്തിയുടെ പിന്തുണയോടെ ദുന്നവാസിന്റെ കിരാതഭരണത്തിന് അറുതിവരുത്താൻ നജ്ജാശി ഒരു വലിയ സൈന്യത്തെ യമനിലേക്ക് അയച്ചു. ഈ സൈന്യത്തിന്റെ കമാൻഡർമാരിൽ ഒരാളായിരുന്നു അബ്രഹത്തും അഷ്റഫ്. ഹബ്ഷയുടെ സൈന്യം ദുന്നവാസിനെ പരാജയപ്പെടുത്തി യമൻ ഭരണം ഏറ്റെടുത്തു. നജ്ജാശി രാജാവ് യമൻ ഭരണം നേരിട്ട് ഏറ്റെടുക്കാതെ തന്റെ വിശ്വസ്തനായ അറിയാത്ത് എന്ന വ്യക്തിയെ യമനിലെ തന്റെ ആദ്യത്തെ പ്രതിനിധിയായി നിയമിച്ചു. അബ്രഹത്ത് അറിയാത്തിന്റെ കീഴിൽ സൈനിക മേധാവിയായിരുന്നു. എന്നാൽ അബ്രഹത്ത് അതിബുദ്ധിമാനും അതിമോഹിയുമായിരുന്നു. അറിയാത്തുമായി അബ്രഹത്തിന് ഭിന്നതയുണ്ടാവുകയും ഒടുവിൽ അബ്രഹത്ത് അറിയാത്തിനെ വധിക്കുകയും യമന്റെ ഭരണം താൽക്കാലികമായി പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ നജ്ജാശി രാജാവ് കോപിഷ്ഠനാകുകയും അബ്രഹത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുകയും ചെയ്തു. എന്നാൽ അബ്രഹത്ത് തന്റെ ബുദ്ധി ഉപയോഗിച്ച് നജ്ജാശിയെ അനുനയിപ്പിച്ചു. താനെന്നും നജ്ജാശി രാജാവിന് വിധേയനായിരിക്കുമെന്ന് സത്യം ചെയ്യുകയും ഭരണം തന്റെ കൈകളിൽ തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നജ്ജാശി ഈ വ്യവസ്ഥ അംഗീകരിക്കുകയും അബ്രഹത്തിനെ യമന്റെ ഭരണാധികാരിയായി അംഗീകരിക്കുകയും ചെയ്തു. യമന്റെ പൂർണ്ണ അധികാരിയായതിനുശേഷം അബ്രഹത്ത് തന്റെ ക്രൂരസ്വഭാവം പുറത്തെടുത്തു. തന്നെ എതിർത്തവരെല്ലാം അയാൾ ദയയില്ലാതെ വധിച്ചു. ക്രിസ്തുമതമല്ലാത്ത ഒരു മതവും രാജ്യത്തുണ്ടാകരുതെന്ന് അയാൾ കർശനമായി നിഷ്കർഷിച്ചു. ക്രിസ്ത്യാനികളല്ലാത്തവരെല്ലാം നാടുവിട്ടു പോകണമെന്ന് അയാൾ ആജ്ഞാപിച്ചു. ക്രിസ്തുമതത്തെ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ അയാൾ വലിയ ശ്രമങ്ങൾ നടത്തി. അക്കാലത്ത് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു മക്കയിലെ വിശുദ്ധ കഅബ. ആയിരക്കണക്കിന് ആളുകൾ വർഷം തോറും ദൂരദേശങ്ങളിൽ നിന്നുപോലും കഅബ സന്ദർശിക്കാനും തീർത്ഥാടനം നടത്താനുമെത്തിയിരുന്നു. കഅബയുടെ ഈ പ്രാധാന്യം അബ്രഹത്തിനെ വല്ലാതെ അസൂയാലുവാക്കി. തന്റെ രാജ്യമായ യമനിലേക്ക് തീർത്ഥാടനം വഴിതിരിച്ചുവിടാനും കഅബയുടെ പ്രാധാന്യം ഇല്ലാതാക്കാനും അബ്രഹത്ത് തീരുമാനിച്ചു. ഈ ലക്ഷ്യത്തോടെ യമനിലെ സന്നായിൽ അദ്ദേഹം അതിമനോഹരമായ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയാൻ തുടങ്ങി. സ്വർണവും വെള്ളിയും അമൂല്യരത്നങ്ങളും ഉപയോഗിച്ച് അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ ഈ പള്ളിക്ക് അദ്ദേഹം അൽ ഖുലൈസ് എന്ന് പേരിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെട്ടു.
പള്ളി പണി പൂർത്തിയാക്കിയ ശേഷം അബ്രഹത്ത് പരസ്യമായി പ്രഖ്യാപിച്ചു, ഇനി മുതൽ അറബികൾ കഅബയിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടതില്ല. യമനിലെ ഈ പുതിയ പള്ളിയിലേക്കാണ് എല്ലാവരും തീർത്ഥാടനം നടത്തേണ്ടത്. ഇത് കഅബയേക്കാൾ മനോഹരവും വലുതുമാണ്. അബ്രഹത്തിന്റെ ഈ പ്രഖ്യാപനം അറബികൾക്കിടയിൽ വലിയ രോഷമുണ്ടാക്കി. കഅബയുടെ പവിത്രതയെയും തങ്ങളുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നതായി അവർക്ക് തോന്നി. ഇതിന് പ്രതികാരമായി ബനൂ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു അറബി അബ്രഹത്ത് നിർമ്മിച്ച അൽ ഖുലൈസ് പള്ളിക്ക് സമീപം അതിനെ അപമാനിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തി. ഈ വിവരമറിഞ്ഞപ്പോൾ അബ്രഹത്ത് കഠിനമായി കോപിച്ചു. കഅബയുടെ നിലനിൽപ്പാണ് തന്റെ പള്ളിക്ക് നേരിട്ട ഈ അപമാനത്തിന് കാരണം എന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ കഅബയെ പൂർണ്ണമായും തകർക്കാൻ അയാൾ ശപഥം ചെയ്തു. ആനപ്പടയുടെയും മഹ്മൂദ് ആനയുടെയും ഭയാനകമായ യാത്രയും പ്രയാസങ്ങളും. കഅബയെ തകർക്കാനായി അബ്രഹത്ത് അക്കാലത്ത് അറബികൾ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു സൈന്യത്തെ ഒരുക്കി. ഈ സൈന്യത്തിൽ ധാരാളം പരിശീലനം ലഭിച്ച യുദ്ധാനകളുണ്ടായിരുന്നു. സാധാരണ ആനകളായിരുന്നില്ല ഇത്, മറിച്ച് യുദ്ധത്തിന് പ്രത്യേകം പരിശീലിപ്പിച്ച ഭീമാകാരന്മാരായ ആനകൾ. ഈ ആനകളിൽ ഏറ്റവും വലുതും ശക്തനുമായ ആനയുടെ പേര് മഹ്മൂദ് എന്നായിരുന്നു. ഈ ആനയ്ക്ക് അതിശയകരമായ ശക്തിയും വലുപ്പവുമുണ്ടായിരുന്നു. മഹ്മൂദിനെ സൈന്യത്തിന്റെ മുൻനിരയിൽ നിർത്തുകയും കഅബയുടെ ചുവരുകൾ ഇടിച്ചു നിരത്താൻ അതിനെ ഉപയോഗിക്കാനുമായിരുന്നു അബ്രഹത്തിന്റെ പദ്ധതി. ഈ ആനപ്പടയുമായി അബ്രഹത്ത് വിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തേക്കെത്തിയപ്പോൾ മക്കയുടെ നേതാവും ഖുറൈശി ഗോത്രത്തലവനുമായിരുന്ന അബ്ദുൽ മുത്തലിബ്, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ ഉൾപ്പെടെയുള്ളവർ അവരെ തടയാൻ ശ്രമിച്ചു. ഗോത്രങ്ങളിലെ പ്രമുഖരെല്ലാം തങ്ങളുടെ കുടുംബങ്ങളെയും കന്നുകാലികളെയും മലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കഅബയെ സംരക്ഷിക്കാൻ തങ്ങളുടെ കൈകളിലാവുന്നത് ചെയ്യാമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ വലുപ്പവും ഭീമാകാരന്മാരായ ആനപ്പടയും കണ്ട് അവർ ഭയന്നു. അബ്രഹത്തിന്റെ സൈന്യം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ ഏകദേശം 200ഓളം ഒട്ടകങ്ങളെ അവർ പിടിച്ചെടുത്തു. ഈ വിവരമറിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് നേരിട്ട് അബ്രഹത്തിനെ കാണാൻ ചെന്നു. അബ്ദുൽ മുത്തലിബ് അറബികളിൽ ഏറ്റവും മാന്യനും ആദരണീയനുമായ വ്യക്തിയായിരുന്നു. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ തന്റെ കൂടാരത്തിൽ സ്വീകരിക്കുകയും വലിയ ആദരവ് നൽകുകയും ചെയ്തു. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കഅബയെക്കുറിച്ച് സംസാരിക്കാനാണോ നിങ്ങൾ വന്നത്? അബ്ദുൽ മുത്തലിബ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും മറുപടി നൽകി, എനിക്ക് കഅബയെക്കുറിച്ച് സംസാരിക്കാനല്ല, എന്റെ ഒട്ടകങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്റെ 200 ഒട്ടകങ്ങളെ നിങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്, അത് തിരികെ വേണം. അബ്ദുൽ മുത്തലിബിന്റെ ഈ മറുപടി കേട്ട് അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളുടെ നേതാവാണെന്ന് ഞാൻ കരുതി. കഅബയെ സംരക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നും ഞാനത് തകർക്കാൻ പോകുകയാണെന്നും നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ നിങ്ങളുടെ ഒട്ടകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മറുപടി നൽകി, ഒട്ടകങ്ങൾ എന്റേതാണ്, അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. കഅബയോ, അത് അല്ലാഹുവിന്റെ ഭവനമാണ്. അതിനൊരു റബ്ബ്, രക്ഷകനുണ്ട്. അവനത് സംരക്ഷിച്ചുകൊള്ളും. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അവൻ വെറുതെ വിടില്ല. അബ്ദുൽ മുത്തലിബിന്റെ ഈ വാക്കുകൾ കേട്ട് അബ്രഹത്ത് ഞെട്ടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അയാൾ തയ്യാറായില്ല. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ തിരികെ നൽകാൻ അബ്രഹത്ത് ഉത്തരവിട്ടു. ഒട്ടകങ്ങളെ ലഭിച്ച ശേഷം അബ്ദുൽ മുത്തലിബ് മക്കക്കാരോട് കഅബയുടെ ചുറ്റും നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു. പിന്നീട് അദ്ദേഹം തന്റെ ആളുകളോടൊപ്പം മലകളിലേക്ക് മാറി. സൈന്യം കഅബ ലക്ഷ്യമാക്കി നീങ്ങവേ അപ്രതീക്ഷിതമായി ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായം അവിടെയെത്തി. അനങ്ങാൻ വിസമ്മതിക്കുന്ന മഹ്മൂദ്, സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കൂറ്റനാനയായ മഹ്മൂദ് പെട്ടെന്ന് നിന്നുപോയി. എത്ര പരിശ്രമിച്ചിട്ടും ആനക്കാരൻ അതിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചും ഇരുമ്പുകൊളുത്തുകൊണ്ട് കുത്തിനോവിച്ചുമെല്ലാം മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചു. എന്നാൽ മഹ്മൂദ് കഅബയുടെ ദിശയിലേക്ക് ഒരു ചുവടുപോലും വെക്കാൻ കൂട്ടാക്കിയില്ല. പകരം അത് അവിടെത്തന്നെ മുട്ടുകുത്തിയിരിക്കുകയോ ശക്തിയായി നിലകൊള്ളുകയോ ചെയ്തു. യമനിന്റെ ദിശയിലേക്കോ മറ്റ് ദിശകളിലേക്കോ തിരിച്ചാൽ വേഗത്തിൽ നടക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും കഅബയുടെ ദിശയിലേക്ക് അത് ഒരു ഭയം ബാധിച്ചതുപോലെ നിന്നു. മറ്റ് ആനകളും ഇതേപോലെ പ്രതികരിച്ചു. ഇത് സൈന്യത്തെ അത്ഭുതപ്പെടുത്തുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്തു. തങ്ങളുടെ കൂറ്റൻ ആനകൾക്ക് പോലും മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് അവരെ തളർത്തി. അബാബീൽ പക്ഷികളുടെ അത്ഭുതശക്തിയും ഭീകരതയും നാശവും. ഈ അത്ഭുത പ്രതിബന്ധത്തിനു പിന്നാലെ ആകാശത്തുനിന്ന് ഒരു ഭീകരമായ കാഴ്ചയായി. കൂട്ടം കൂട്ടമായി അബാബീൽ പക്ഷികൾ, ചെറിയ പക്ഷികൾ, ഇരുണ്ട മേഘങ്ങൾ പോലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ പക്ഷികളുടെ വരവ് ആ സൈനികർക്ക് ഒരു ദുശ്ശകുനമായി തോന്നി. ഓരോ പക്ഷിയുടെയും കൊക്കിലും കാലുകളിലും ചുട്ടുപഴുത്ത കളിമൺകല്ലുകൾ, സിജ്ജീൽ കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ കല്ലുകൾ ഒരു കടലമാവിന്റെ മണിയോളം വലിപ്പമുള്ളതായിരുന്നുവെന്ന് ചില വിവരണങ്ങളുണ്ട്. അവ വെറും കല്ലുകളായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ കോപത്തിന്റെ അടയാളങ്ങളായിരുന്നു. ഈ പക്ഷികൾ, ആ കല്ലുകൾ അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ മേൽ മഴ പോലെ വർഷിക്കാൻ തുടങ്ങി. ഓരോ കല്ലും കൃത്യമായി ഒരു സൈനികന്റെയോ ആനയുടെയോ തലയിൽ പതിച്ചു. ആ കല്ലുകൾ ശരീരത്തിൽ പതിച്ച നിമിഷം സൈനികർക്ക് കഠിനമായ വസൂരി പോലുള്ള രോഗങ്ങൾ പിടിപെടുകയും അവരുടെ ശരീരം ദ്രവിച്ചുപോകാൻ തുടങ്ങുകയും ചെയ്തു. മാംസം ഉരുകി താഴെ വീണു,
എല്ലുകൾ പൊടിഞ്ഞു, ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ഈ ഭീകരമായ കാഴ്ച കണ്ട സൈന്യം ഭ്രാന്തമായി നിലവിളിച്ചു. അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ആനകൾ പോലും ഈ കല്ലുകളുടെ പ്രഹരത്തിൽ ഭയന്ന് ചിതറി ഓടാൻ തുടങ്ങി. അവയ്ക്ക് കടുത്ത വേദന അനുഭവപ്പെടുകയും നിയന്ത്രണം വിട്ട് പരസ്പരം ഇടിക്കുകയും ഭ്രാന്തമായ രീതിയിൽ ഓടുകയും ചെയ്തു. അവയുടെ കൂറ്റൻ ശരീരങ്ങൾ നിലത്ത് തകർന്നു വീണു. സൈന്യമാകെ ആശയക്കുഴപ്പത്തിലായി ഭീകരമായ മരണത്തെ നേരിട്ടുകൊണ്ട് അവർ നിലവിളിച്ചു. അബ്രഹത്തടക്കമുള്ള സൈനികർക്ക് കഠിനമായ വസൂരി പോലുള്ള രോഗങ്ങൾ പിടിപെടുകയും അവരുടെ ശരീരം ദ്രവിച്ചുപോകുകയും ചെയ്തു. അബ്രഹത്ത് തന്റെ സൈന്യവുമായി യമനിലേക്ക് തിരികെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വഴിമധ്യേ അയാളും ഭീകരമായ രീതിയിൽ മരിച്ചു. ആനപ്പട പൂർണ്ണമായും നശിക്കപ്പെട്ടു. ഈ സൈന്യത്തിൽ നിന്ന് ആരും അവശേഷിച്ചില്ല എന്നു തന്നെ പറയാം. ഈ അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീൽ എന്ന അധ്യായം വ്യക്തമായി പറയുന്നത്. ആനക്കാരെക്കൊണ്ട് നിന്റെ രക്ഷിതാവ് എന്തു ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? അവരുടെ കുതന്ത്രം അവൻ പിഴപ്പിക്കുകയല്ലേ ചെയ്തത്? അവർക്കുനേരെ കൂട്ടം കൂട്ടമായി പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തു. ചുട്ടെടുത്ത കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന പക്ഷികളെ. അങ്ങനെ അവൻ അവരെ തിന്നുതീർത്ത വൈക്കോൽ തുരുമ്പുപോലെയാക്കി. ഈ ഖുർആനിക ആശയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലും സീറ, പ്രവാചക ജീവചരിത്രം ഗ്രന്ഥങ്ങളിലും കൂടുതൽ വിവരങ്ങൾ കാണാം. ഈ സംഭവം അല്ലാഹുവിന്റെ ഭവനമായ കഅബയെ സംരക്ഷിച്ചുകൊണ്ട് അല്ലാഹു തന്റെ ശക്തി വെളിവാക്കിയ ഒരു പ്രധാന സംഭവമായി അടയാളപ്പെടുത്തപ്പെട്ടു. അബ്രഹത്തിന്റെ ആനപ്പടയുടെ ഈ നാശം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വഴിതിരിവായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവം നടന്ന വർഷം ആമുൽ ഫീൽ, ആനയുടെ വർഷമെന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മഹത്തായ വർഷത്തിലാണ് ലോകത്തിന് അനുഗ്രഹമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത്. നജ്ജാശി രാജാവിന്റെ ഇസ്ലാം സ്വീകരണം. അബ്രഹത്ത് യമൻ ഭരിക്കുന്നതിനു മുൻപ് മക്കയിൽ മുസ്ലിങ്ങൾ കഠിനമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം സ്വഹാബികൾ ഹബശയിലേക്ക് പലായനം ചെയ്തു. ഇത് ഇസ്ലാമിലെ ആദ്യത്തെ പലായനമായിരുന്നു. ഹബശയിലെ നീതിമാനായ രാജാവായിരുന്നു നജ്ജാശി. ഖുറൈശികൾ നജ്ജാശി രാജാവിനെ സമീപിക്കുകയും മുസ്ലിങ്ങളെ തിരിച്ചയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നജ്ജാശി രാജാവ് മുസ്ലിങ്ങളുടെ പക്ഷം ചേരുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് മുസ്ലിം പ്രതിനിധിയായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഖുർആനിലെ സൂറത്ത് മറിയമിലെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും ഈസാ നബിയെക്കുറിച്ചും മറിയം ബീവിയെക്കുറിച്ചുമുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുകയും ചെയ്തു. ഇത് കേട്ട് നജ്ജാശി രാജാവ് വിതുമ്പിപ്പോവുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തതായി ആധികാരിക ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. നജ്ജാശി രാജാവ് പരസ്യമായി ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും വിശ്വാസികളോട് അദ്ദേഹം സ്നേഹവും നീതിയും കാണിച്ചു. അദ്ദേഹം തന്റെ രാജ്യത്ത് മുസ്ലിങ്ങളെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിച്ചു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് നജ്ജാശിക്കുവേണ്ടി മയ്യിത്ത് നമസ്കാരം, മരണപ്പെട്ടയാൾക്കുവേണ്ടിയുള്ള പ്രാർത്ഥന നിർവഹിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നജ്ജാശി മരണപ്പെട്ടപ്പോൾ ജനാസ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ലാതിരുന്നിട്ടും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഇസ്ലാമിൽ അദ്ദേഹത്തിനുള്ള ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കഥ അഹങ്കാരത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും ഭീകരമായ അന്ത്യത്തെയും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠമായി നിലകൊള്ളുന്നു. ഈ മഹത്തായ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ സംഭവവും ഓരോ പാഠമാണ്. ഓരോ വ്യക്തിയും ഓരോ കഥയാണ്. വരും ദിവസങ്ങളിൽ ഇതേപോലെ കൂടുതൽ അത്ഭുതകരമായ ചരിത്രസത്യങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്കെത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം.